നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഡക്ക്. എന്താണ് അഭിഷേക് ശർമ്മക്ക് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് സ്റ്റൊമക്ക് അപ്സെറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ഇത് വേൾഡ് കപ്പ് അല്ലേ? അപ്പോൾ എക്സ്ക്യൂസിനൊന്നും ഒരു തരത്തിലുള്ള അവസരവുമില്ല, സാധ്യതയുമില്ല. മികവ് കാണിച്ചേ പറ്റില്ലെങ്കിൽ വേറെ ആളിറക്കുന്നേ. നോക്കുക, ഇപ്പോൾ നമ്പർ 1 T20 ബാറ്ററാണ് അദ്ദേഹം. നിലവിൽ നമ്പർ 1 ബാറ്റർ ഇൻ ദിസ് ഫോർമാറ്റ്. ആ ബാറ്ററാണ് T20 വേൾഡ് കപ്പിൽ 3 കളികൾ കളിച്ചിട്ടും ഒറ്റ റണ്ണും അടിക്കാതിരിക്കുന്നത്. ആദ്യ കളിയിൽ USA ഗോൾഡൻ ഡക്ക്, പിന്നെ നമീബിയക്കെതിരെയുള്ള കളിയിൽ സഞ്ജു സാംസണാണ് കളിച്ചത്. പാകിസ്ഥാനെതിരെ 5 പന്തുകളിൽ നിന്ന് ഡക്ക്. ഇന്നിപ്പോൾ നെതർലൻഡ്സിനെതിരെ 3 പന്തുകളിൽ നിന്ന് ഡക്ക്. ആര്യന്തത്തിൻ്റെ പന്ത് അതൊരു ഫ്ലാറ്റർ ഡെലിവറിയാണ്, ഷോർട്ടീസ് ആയിട്ട് വന്നു. അത് സ്കിഡ് ചെയ്ത് പോയി. അക്രോസ് ദി ലൈൻ ബാറ്റ് വീശി കംപ്ലീറ്റ്ലി മിസ് ചെയ്തു, സ്റ്റംപ് ഇളകിപ്പോയി. ആദ്യത്തെ 2 ബോൾ ഡോട്ട് ബോളായി. അത് ഇത്ര വലിയ പ്രശ്നമായോ? അതായത് ആദ്യ പന്തിൽ തന്നെ 6 അടിച്ച് തുടങ്ങുക, അങ്ങനെയാണല്ലോ റെപ്യൂട്ടേഷൻ. അപ്പോൾ അതിനുവേണ്ടി 2 ബോൾ ഡോട്ടായപ്പോൾ പ്രഷറായിട്ട് അടിച്ചെന്നാണോ പറയാൻ വരുന്നത്? ഇതൊരു ഡെഡ് റബ്ബർ മാച്ചാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ കളിക്കാൻ പറ്റിയ ഒരു മത്സരത്തിലാണ് അഭിഷേക് ശർമ്മ ഇങ്ങനെ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് കയറി പോകുന്നത്. അല്ല, ഇന്നിപ്പോൾ സിറാജിൻ്റെ ജേഴ്സി നമ്പർ 73 നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടാണല്ലോ വന്നത്. അതിപ്പോൾ എന്താണ്? ഇനി അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ടോ? അല്ല, പറയാൻ പറ്റില്ല. ക്രിക്കറ്റ് കളിക്കാരായതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. 2 കളി ഡക്കായതുകൊണ്ട് സിറാജിൻ്റെ ജേഴ്സി അണിഞ്ഞ് വന്ന കാര്യങ്ങളൊക്കെ മാറും എന്ന് പ്രതീക്ഷിച്ച് വന്നതാണോ? ഏതായാലും അതുകൊണ്ടും ഒരു കാര്യം ഉണ്ടായില്ല, ഡക്കായി. അപ്പോൾ എന്താ ഉണ്ടായത്? ഡക്ക്. ഇതാണിപ്പോൾ അവസ്ഥ. 3 കളികൾ ഡക്കായി. T20 ക്രിക്കറ്റിൽ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒറ്റ റണ്ണ് പോലും അദ്ദേഹത്തിന് അടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹത്തെ തന്നെ കളിപ്പിക്കുമോ, അതല്ല സഞ്ജുവിനെ ഇറക്കാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാകുമോ? അല്ല, കളികൾ ഫോം ഔട്ട് ആകുമ്പോഴാണല്ലോ, അത് പറഞ്ഞിട്ടാണല്ലോ സഞ്ജുവിനെ മാറ്റുന്നതും അടുത്ത ആൾ ഇറക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ന്യൂസിലാൻഡ് പ്രകടനത്തിൽ സഞ്ജു മോശമായി, അതുകൊണ്ട് ഇഷാൻ കിഷൻ അവിടെ മിന്നി. അപ്പോൾ വന്നതാണല്ലോ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ഇപ്പോൾ T20 വേൾഡ് കപ്പിൽ 3 ഇന്നിങ്സ് കളിച്ചിട്ടും ഒരാൾ ഡക്കാവുകയാണെങ്കിൽ, അതേ ക്രൈറ്റീരിയ വെക്കുകയാണെങ്കിൽ അടുത്ത കളിയിൽ ഇഷാൻ കിഷനും സഞ്ജുവും ചേർന്ന് ഓപ്പൺ ചെയ്യണം. പക്ഷെ അതിനുള്ള സാധ്യത എന്താണെന്നുള്ളത് കണ്ടറിയണം. നിലവിൽ ഇത് വല്ലാത്ത അവസ്ഥയാണ്. 3 പന്തുകൾ ആര്യന്തത്തിൻ്റെ പന്തിൽ ബൗൾഡായിട്ട് അഭിഷേക് ശർമ്മ പോയി. ഇപ്പോൾ ഇന്ത്യയുടെ ഇന്നിങ്സ് പുരോഗമിക്കുന്നുണ്ട്. അത് ഇഷാൻ കിഷനും തിലക് വർമ്മയും ചേർന്ന് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4 ഓവറായിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ കണക്കൊക്കെ മാറും. 4 ഓവറിൽ ഇന്ത്യ 35 റൺസിന് ഒരു വിക്കറ്റ് എന്ന രൂപത്തിലാണ്. ഇഷാൻ 5 പന്തിൽ ഒരു 4 ഒരു 6 14 റൺസ് ഉണ്ട്. തിലക് വർമ്മ 16 പന്തിൽ 2 4 ഒരു 6 21 റൺസും ഉണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.